RSS ഇപ്പോൾ ഒരു വൻ ശക്തിയാണ് എന്ന് പലരും വിചാരിക്കണം. നമ്മുടെ ചെറുപ്പക്കാരായ ജേർണലിസ്റ്റുകളൊക്കെ വിചാരിക്കുന്ന RSS വമ്പൻ ശക്തിയാണെന്നാണ്. RSS വലിയ സംഘടനയാണ്. ഇപ്പോൾ ലോകത്ത് വലിയ സംഘടനകളുണ്ടാകും, പക്ഷേ അവർക്ക് രാഷ്ട്രീയമായിട്ടും മറ്റൊക്കെ ആ തരത്തിലുള്ള ശക്തി ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് അവർ വൻ സംഭവമാണോ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണോ RSS? അല്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പുറത്ത് ഹിന്ദു മതത്തിനകത്ത് തന്നെയും ബഹുഭൂരിപക്ഷം ഗാന്ധി മാർഗത്തിലുള്ള വിശ്വാസികളാണ്. അവർ വിശ്വാസത്തെ അവരുടെ മൂല്യബോധമായിട്ട് കൊണ്ടു നടക്കുന്നത്. അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വോട്ടിൻ്റെ കണക്കെടുക്കുക, RSS ആണല്ലോ BJPയെ RSS സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ BJPക്ക് എത്രയാണ് വോട്ട് ശതമാനമുള്ളത്? BJP അടങ്ങുന്ന മുന്നണിക്ക് ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് 43.6% വോട്ടിൻ്റെ പിന്തുണയാണ്. 43. BJPയുടെ വോട്ട് ശതമാനം 36.6% മാത്രമാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളിൽ പോലും മുഴുവൻ പേരും RSSൻ്റെ ആരാധകരല്ല എന്ന് ഓർക്കണം. RSSൻ്റെ ആരാധകർ മാത്രമല്ല BJPക്ക് വോട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഒരാളാണെന്ന് കണ്ടിട്ടും BJP കൊള്ളാവുന്നൊരു സംഗതിയാണെന്ന് കണ്ടിട്ടും കോൺഗ്രസിനെതിരായിട്ട് വിദ്വേഷം ഉള്ളതുകൊണ്ടും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ വോട്ടർമാരിലെ 36.6% മാത്രമാണ്. ബഹുഭൂരിപക്ഷം അപ്പുറത്താണ്. 75% അപ്പുറത്താണ് RSS BJP വിരുദ്ധരാണുള്ളത്. NDA ആണെങ്കിൽ 43.6%. അപ്പോൾ പകുതി ഈ പറയുന്ന RSS വിരുദ്ധരുടെ കൂടെ വോട്ട് ചേർന്നിരിക്കുന്ന NDAയും BJPയിലും പോലും ഈ പറയുന്ന ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, RSSനുള്ള ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് RSS അല്ലാത്ത ആളുകൾക്ക് ഇന്ത്യയിൽ ശക്തിയുള്ളത് എന്ന് കാണുമ്പോഴാണ് നമ്മൾ RSS വലിയ സംഘടനയാണെങ്കിലും RSS രാജ്യത്തെ ഒന്നാമത്തെ സംഘടനയല്ല, അല്ലെങ്കിൽ ഒന്നാമത്തെ രാഷ്ട്രീയ ആശയമല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരൊറ്റ കാര്യം, അങ്ങനെ അതായതുകൊണ്ടാണ് ഹർഷൻ, 70 കൊല്ലക്കാലം RSS സൈഡിലിരിക്കുകയായിരുന്നു. 70 കൊല്ലക്കാലം 2-3 തലമുറകൾ മാറി മറിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ഇവർ ഈ പറയുന്ന അഗ്രസീവ് ഹിന്ദുത്വയും ഈ പറയുന്ന അഗ്രസീവ് നാഷണലിസവും ഒക്കെ ഒന്ന് അടിച്ച് തറപ്പിച്ചിട്ട് ഈ മട്ടിലെങ്കിലും ചെറിയ ശതമാനം വോട്ടുണ്ടാക്കിയിട്ട് ഇതിലേക്ക് കയറി വരാൻ പറ്റിയത്. അതിന് കോർപ്പറേറ്റ് സംഗതികളുടെ സഹായമുണ്ട്, മറ്റ് പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പക്ഷേ RSS വലിയ സംഘടനയായിരിക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യയുടെ മനസ്സിനെ ഒട്ടാകെ പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മനസ്സിനെ ഒട്ടാകെ പ്രതിനിധീകരിക്കുന്നത് RSS വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് എന്നുകൂടെ നമ്മൾ പറയണം.